ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കോൺഗ്രസ് 4-ാം ഡിവിഷൻ കുടുംബ സംഗമം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് 4-ാം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. കരിപ്പാലം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി പ്രസിഡന്റായിരുന്ന ഈ പ്രസ്ഥാനത്തിൽ ഒരംഗമാകുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് 100 വർഷം തികയുന്ന ഒരു വർഷം കൂടിയാണ്. 1924 കർണാടകയിലെ ബൽഗാമിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഗാന്ധി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാകുന്നത്. അതിന് 100 വർഷം ഇന്ന് തികഞ്ഞിരിക്കുകയാണ്. 2024 ഡിസംബർ 27 ആ ദിവസത്തിലാണ് ഗാന്ധി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത്. നമ്മൾ ഈ 24 ഡിസംബർ 27 മുതൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഗാന്ധിയൻ ആശയങ്ങളെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ്. ഡിവിഷനിലെ കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത നിലവാരം പുലർത്തിയവരെ ചടങ്ങിൽ ആദരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VH ഷിഹാബുദ്ദീൻ, ഈരവലി മണ്ഡലം പ്രസിഡന്റ് അബ്ബാസ്, ഷംസു തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബങ്ങളിലെ എല്ലാവരെയും, കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ആണുങ്ങളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് നമ്മളൊന്നൊത്തൊരുമിച്ച് കൂടിയിരിക്കുന്നതിനാണ് ഈ കുടുംബസംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഹാത്മാഗാന്ധിയെക്കുറിച്ചിട്ട് അറിയാൻ പാടില്ലാത്തവർ ആരും ഉണ്ടാകില്ല. മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ഇന്ത്യ മഹാരാജ്യത്ത് നമ്മളെല്ലാവരും ഒരുപോലെ, നമ്മളെല്ലാം സഹോദരന്മാരും സഹോദരിമാരുമാണ്. പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന ഫെലിക്സിന്റെ ഓർമ്മയ്ക്കായി ഡിവിഷനിലെ ഡയാലിസിസ് രോഗികൾക്ക് ധനസഹായ വിതരണവും ചടങ്ങിൽ നടന്നു. DCC ജനറൽ സെക്രട്ടറി അജിത് അമീർ ബാവ, മുൻ കൗൺസിലർ KA സിയാദ്, DCC ജനറൽ സെക്രട്ടറി KM റഹീം, DCC അംഗം AM അയ്യൂബ്, DCC ജനറൽ സെക്രട്ടറി MP ശിവദത്തൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.